ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കൂട്ടായ്മയിലെ ബഹുമാന്യനായ അഡ്മിൻ ശ്രീ അനിൽജി, ആചാര്യനായ ശ്രീമാൻ മനോജ് ശാസ്ത്രിജി, ആചാര്യയായ സുലേഖ ഷാജി മാംജി, അഡ്മിൻ പാനൽ അംഗങ്ങളെ, കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീഗുരുവും ശ്രീ ശാരദയും മേടമാസത്തിലെ തിരുച്ചതയം ദിനത്തിൽ ആരംഭിച്ച 100 ദിന പൂജാ സമർപ്പണം ശിവകുടുംബകം വിനായക അഷ്ടകത്തിൽ തുടങ്ങി സുബ്രഹ്മണ്യ സ്തുതികളെ കോർത്തിണക്കി ദേവീ സ്തുതികളിലൂടെയും ശിവസ്തുതികളിലൂടെ കടന്ന് കോലതീരെ സസ്തവത്തിൽ സമാപിക്കുന്നു. ഈ പൂജാ സമർപ്പണത്തിൽ പങ്കെടുക്കുവാൻ ഭഗവത് കാരുണ്യത്താൽ എനിക്ക് ഇന്ന് അവസരം ലഭിച്ചിരിക്കുകയാണ്. 19ാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഇന്ന് മനനം ചെയ്യാനായി എനിക്ക് ലഭിച്ചത് സുബ്രഹ്മണ്യ കീർത്തനം ശ്ലോകം 11ാമത്തെ ജ്ഞാനവല്ലരിയാണ്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി ശ്ലോകത്തിലോട്ട് കടക്കുന്നു. ശ്ലോകത്തിൻ്റെ രചനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശ്രീനാരായണ ഗുരുദേവൻ 15 ഭാഷാ പദ്യങ്ങളിലായിട്ട് രചിച്ച ഒരു അത്യപൂർവ രചനയാണ് സുബ്രഹ്മണ്യ കീർത്തനം. ഇതിൽ ആദ്യത്തെ 1ാമത്തെ ശ്ലോകവും അവസാനത്തെ ശ്ലോകവും ശിവദർശനത്തിനുള്ളിൽ അടക്കി നിർത്തിയിരിക്കുന്ന സുബ്രഹ്മണ്യ ദർശനമാണ് കാണിക്കുന്നത്. കാരണം ശിവനെ സ്തുതിച്ചുകൊണ്ടാണ്. ബാക്കി 13 ശ്ലോകങ്ങൾ സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ടും. അതുകൊണ്ട് ഭക്തന്മാർക്ക് ഭക്തിപൂർവമായ പാരായണത്തിനും ഉപാസനയ്ക്കും സത്യാന്വേഷികൾക്ക് ആത്മസംവേദനപൂർവകമായ മനനത്തിനും നിത്യാസനത്തിനും ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ അപൂർവ കീർത്തനം. ഈ കൃതി 1888 വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വേലായുധൻ നടയിൽ വച്ച് രചിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ശ്രദ്ധരയാണ് വൃത്തം. ശ്ലോകം നോക്കാം. വെയിലും നിലാവും വിഴുങ്ങിക്കനലൊളി നടുവിൽ കാലുമൂന്നിപ്പിടിച്ച് അമ്മയിലിന്മേലാടും ഉണ്ണി മറയരുതു മനോ മൗന വീട്ടിൻ വിളക്കേ. റെയിലിൻ വേഗം ജയിക്കും ജരനരമുതലാം മൂടരും ഞാനുമായി ജയിലിൽ പാർപ്പാൻ ഞെരുക്കം ജപം ആയി പരമൻ ചിത് സുഖം നൽകിടേണം. പദങ്ങളുടെ അർത്ഥം നോക്കാം. വെയിലും നിലാവും വിഴുങ്ങി, സുഖവും ദുഃഖവും തുല്യമാക്കി. പകൽ സമയത്തെ ഉഗ്രമായ ചൂടിനെയും രാത്രിയിലെ നിലാവിൻ്റെ ശീതളിമയെയും തുല്യഭാവത്തോടു കൂടി ഉൾക്കൊണ്ട് കനലൊളി നടുവിൽ കാലുമൂന്നിപ്പിടിച്ച്. പഞ്ചാഗ്നി മധ്യത്തിൽ കാലും ഊന്നി നിന്നുകൊണ്ട് തപസ്സു ചെയ്യുന്ന സ്വഭാവമുള്ള നീ അമ്മയിലിന്മേലാടും ഉണ്ണി, വർണ്ണശബളമായ മയിലിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യുന്ന ഉണ്ണിയുമാണ്. അങ്ങനെയുള്ള ഉണ്ണി മനോമൗന വീട്ടിൻ വിളക്കേ,
എൻ്റെ ഉള്ളിൽ വർത്തിക്കുന്ന മൗനാകാരത്തിലുള്ള വീട്ടിനകത്ത് വെളിച്ചം നിറയ്ക്കുന്ന വിളക്കാണു നീ. അങ്ങനെയുള്ള വിളക്കേ, നീ മറയരുത്. നിന്റെ വെളിച്ചം അവിടെ നിന്നും മറഞ്ഞു പോകരുത്. റെയിലിൻ വേഗം ജയിക്കും. തീവണ്ടിയുടെ വേഗത്തെയും പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള വേഗത്തോടു കൂടിയ ജരനര മുതലാം ജര നര തുടങ്ങിയ വാർദ്ധക്യ ലക്ഷണങ്ങളാകുന്ന മൂഢരും ഞാനുമായി പോഴത്തരങ്ങളെ കൂട്ടുകാരാക്കിക്കൊണ്ട് ഈ ജയിലിൽ പാർപ്പാൻ ഞെരുക്കം ഈ ശരീരമാകുന്ന തുറുങ്കിൽ കഴിഞ്ഞു പോകാൻ വളരെ പ്രയാസമായിരിക്കുന്നു. ഐ പരമൻ, അല്ലയോ പരമകാരണസ്വരൂപനായ ഭഗവാൻ, അല്ലയോ പരമ ചിന്മയമായിട്ടുള്ളവനെ, ജപം എത്രയും വേഗം ചിത് സുഖം നൽകിടേണം. നിന്റെ സ്വരൂപമായ ചിദാനന്ദത്തെ എൻ്റെ സ്വരൂപമാക്കി തീർക്കണമേ. ഇതാണ് പദങ്ങളുടെ അർത്ഥം. സാരാംശം: സുഖവും ദുഃഖവും എന്ന് പറയാം. പകൽ സമയത്തെ ഉഗ്രമായ ചൂടിനെയും രാത്രിയിലെ നിലാവിൻ്റെ ശീതളിമയെയും തുല്യഭാവത്തോടു കൂടി ഉൾക്കൊണ്ട് നിന്റെ പ്രകാശധോരണിയിൽ സൂര്യൻ മിന്നാമിനുങ്ങുപോലെയായി നിശേഷം മറഞ്ഞു പോയിരിക്കുന്നു. ആ അല്പപ്രകാശത്തിൽ തൻ്റെ സ്വരൂപത്തെ എടുത്തു കാട്ടുവാൻ ചന്ദ്രനുണ്ടോ കഴിയുന്നു? സൂര്യനിലായാലും ചന്ദ്രനിലായാലും അഗ്നിയിലായാലും ചിദഗ്നമായി പ്രകാശിക്കുന്ന മഹാ തേജസ്, പഞ്ചാഗ്നി മധ്യത്തിൽ കാലും ഊന്നി നിന്നുകൊണ്ട് തപസ്സു ചെയ്യുന്ന സ്വഭാവമുള്ള നീ, വർണ്ണശബളമായ മയിലിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യുന്ന ഉണ്ണിയുമാണ്. അങ്ങനെയുള്ള ഉണ്ണി വർണ്ണശാബല്യം കൊണ്ട് സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തെ ഭരിക്കുന്ന മായാവാഹനമല്ലോ നിന്റെ മയില്. എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുന്ന മൗനാകാരത്തിലുള്ള വീട്ടിനകത്ത് വെളിച്ചം നിറയ്ക്കുന്ന വിളക്കാണ് നീ. അങ്ങനെയുള്ള വിളക്കേ, മനോമൗന വീട്ടിൻ്റെ ശ്രീകോവിലിൽ അതുല്യപ്രഭയോടുകൂടി വിളങ്ങുന്ന നിന്നോട് ഒരു പ്രാർത്ഥന. നിന്റെ വെളിച്ചം അവിടെ നിന്നും മറഞ്ഞു പോകരുത്. നിത്യഭാസുരമായ നിന്റെ ദയാദൃഷ്ടിയുടെ മുൻപിൽ. തീവണ്ടിയുടെ വേഗത്തെയും പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള വേഗത്തോടു കൂടിയ ഇന്നലെ നീ ഒരു ശിശുവായി ഇവിടെ വന്നു. പെട്ടെന്ന് ബാലനായി, കുമാരനായി, യുവാവായി, ഇതാ ഇപ്പോൾ വാർദ്ധക്യം ഓടി അടുത്തുകൊണ്ടിരിക്കുന്നു. പാളങ്ങളിലോടുന്ന തീവണ്ടിക്കും ഇത്രയ്ക്ക് ശീഘ്രത്തിൽ വരുവാനാവുമോ? ജര നര തുടങ്ങിയ വാർദ്ധക്യ ലക്ഷണങ്ങളാകുന്ന എത്ര പെട്ടെന്നാണ് നര വന്ന് നിറഞ്ഞത്. ജര കൊണ്ട് ഈ ശരീരം ചുക്കി ചുളിഞ്ഞു പോയത്. പോഴത്തരങ്ങളെ കൂട്ടുകാരാക്കിക്കൊണ്ട് ജീവിതത്തെ അത്യന്തം വിരസമാക്കുന്ന ഈ കാലദൂതന്മാരോടൊപ്പം വാർദ്ധക്യ പഞ്ചരത്തിൽ ഒരു ബന്ദിയായി കഴിയണമെന്നോ? ഈ ശരീരമാകുന്ന തുറുങ്കിൽ കഴിഞ്ഞു പോകാൻ എനിക്ക് വളരെ പ്രയാസമായിരിക്കുന്നു. ഭഗവാനെ, നീ പരമമായ ചിന്മയനാണ്, പരമചിദംബരമാണ്, പരമാനന്ദ സ്വരൂപനാണ്. അങ്ങനെയുള്ള നീ തന്നെയാണ് എന്നിൽ കൃത്യമായി എനിക്ക് സാക്ഷാത്കരിക്കേണ്ടത്. ആ സാക്ഷാത്കാരം നൽകുന്ന പരമാനന്ദമാണ് ചിത്സുഖം. അത് നീ എനിക്ക് തന്ന് അനുഗ്രഹിക്കണം. ശ്ലോകം ഒന്നുകൂടി നോക്കാം. വെയിലും നിലാവും വിഴുങ്ങിക്കനലൊളി നടുവിൽ കാലുമൂന്നി പിടിച്ച് അമ്മയിലിന്മേലാടുമുണ്ണി
മറയരുതു മനോ മൗന വീട്ടിൻ വിളക്കേ. റെയിലിൻ വേഗം ജയിക്കും ജരനരമുതലാം മൂടരും ഞാനുമായി. ജയിലിൽ പാർപ്പാൻ ഞെരുക്കം ജപം ഐ പരമൻ ചിത് സുഖം നൽകിടേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രവിച്ചു കൊണ്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ.